اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه على نبيك الكريم وما هللناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منك إلى حضرة روح نبينا وشفيعنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية الشريفة وبعثه مقاما محمودا الذي وعدته. اللهم ارزقنا بالدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته وأولدنا حوله المولود. اللهم ثم إلى أموات أرواح آبائه وإخوانه من أزواجه الطاهرات أمهات المؤمنين والزهاد والصديقين والصالحين خصوصا إلى خاصة عموما إلى عامته يا رب العالمين. اللهم زد لهم شرفا لا شرف وفضلا لا فضل وكرامة. അങ്ങനെ പുതിയാപ്പിള നിക്കാഹിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ നമ്മളെ വീട്ടുകാർക്കാണ് ഇട്ടിട്ടത്. ഞാനും അനിയത്തിയും മോളും അമ്മായിമ്മയും പിന്നെ മോളെ ഇളച്ചിയും ഞങ്ങളെല്ലാവരും കൂടി ഒപ്പാണ് കേട്ടോ ഇരുന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ ഉച്ചയായപ്പോഴത്തേക്കും ചൂട് കൊണ്ട് അല്ലാതെ ആർക്കും കഴിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ പുതിയാപ്പിള എത്തിയിട്ടുണ്ട്. പുതിയാപ്പിളിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഒരേ ഡ്രസ്സായിട്ട് പുതിയാപ്പിളിനെ മാറി എന്നാണ് പറഞ്ഞത് കേട്ടോ. ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞാൽ രവേരി നമ്മൾ നിക്കാഹ് തുടങ്ങിയല്ലേ എന്നെന്തോ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം മക്കളെ ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങള, ഈ മഞ്ഞ ടീഷർട്ട് എൻ്റെ അനിയത്തിയും കുട്ടിയാണ്. അപ്പോൾ വേറെ അനിയത്തികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വീഡിയോയിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. കാണുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാ ഇവരൊക്കെ ഞാൻ പിടിച്ചൊന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ അനിയത്തിനെ പോലെ തന്നെ അല്ലേ. ഇതാണ് കേട്ടോ എൻ്റെ നേരെ താഴെയുള്ള അനിയത്തി. അവൾക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. പിന്നെ ആയിഷമോളെ കിട്ടിയത് പാതി കിട്ടാത്തത് പാതിച്ചിട്ട് ഞാൻ പിടിച്ച് വെച്ച ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടാൽ പിന്നെ ഇവിടെ ഓടി കാണൂല. അങ്ങനെ ഇതാ ഞാൻ ഉള്ളിൽ വന്നപ്പോൾ ഇതാ നമ്മളെ മറ്റുള്ള ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മരുമോൾ കണ്ടില്ലേ, ഇത്ര ചെറിയ കുട്ടി ഉണ്ടായിട്ട് ഓള് ചെത്തി പൊളിക്കാണ് കേട്ടോ. അവൾക്ക് ആ കുട്ടിയൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. എന്നാലും ഓള് പറയണത് എന്താ വെച്ചാൽ ഇന്നാണ് ഇപ്പോൾ കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടിച്ച് പൊളിക്കാണ് കേട്ടോ. അപ്പം മക്കളിതാ കല്യാണ പന്തലിലൊക്കെ ഹാപ്പിയാണ്. വീഡിയോ എടുക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ നിക്കാഹിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇത് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു, എന്നാലും എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ നിക്കാഹിൻ്റെതൊക്കെ. ഇത് നമ്മളെ പുതിയെണ്ണ വന്നതും പിന്നെ പുതിയാപ്പിള നിക്കാഹ് കഴിഞ്ഞ് വന്നതും ഇവിടുത്തെ കല്യാണക്കാരും ഇവിടുത്തെ ഫോട്ടോ എടുക്കലും ഇവിടുത്തെ വീഡിയോ എടുക്കലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. പുതിയൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു. ഞാനിവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും താത്തയൊക്കെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ എല്ലാവരും കുശലം പറിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ഫുഡ് വിളമ്പുന്ന തിരക്കാണേ. മാറിയിട്ടൊന്നും കാര്യമില്ല, ഒക്കെ പെടും. ഞങ്ങളെ ഉമ്മമാരെ ഡ്രസ് കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങളെ ഉമ്മമാർ വേറെയും കുട്ടികൾ വേറെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡ്രസ് കോഡിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ എന്തിന് വന്നതാണെന്നറിയോ? ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഇത് നമ്മളെ അയൽവാസിൻ്റെ വീടാണ്, വലിയ വീടാണ്. ഇവിടെ നല്ല
ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർ അതിനൊക്കെ സമ്മതിക്കും കേട്ടോ. എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കാണ് നമ്മളെ പന്തലിൽ പിന്നെ നമ്മൾ പുതിയണ്ണൊക്കെ വരാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പാത്തിച്ചിട്ട് കാറിലോ ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കണ്ട. അങ്ങനെ ഇതാ നമ്മളെ മണവാട്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് ഇതാ അവളെ കുറച്ച് നടത്തിച്ച് കൊണ്ടുവരണം കേട്ടോ. ചെക്കന്മാരെന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. പാവാണ്, കുറേ ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാ നമ്മളെ ഗേറ്റിങ്ങിലേക്ക് എത്തിയപ്പോഴേക്ക് ഇവരെന്താക്കി പാട്ടിട്ടു കേട്ടോ. അതായത് മ്യൂസിക് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലേക്ക് ഇതാ നടന്ന് ഇങ്ങനെ മന്ദം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിഷയും സിംറി അതാ മുന്നിൽ തന്നെ കൈ കൊട്ടിങ്ങാണ്ട് കേട്ടോ. 2 നാത്തൂമാരാണ് കേട്ടോ. അതായത് ഓൻ്റെ പെങ്ങന്മാരാണ് മുന്നിൽ ആ കാല് പിടിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ പുതിയണ്ണിൻ്റെ ഒപ്പം വന്നവരൊക്കെ നമ്മൾ നേരെ പന്തലിലേക്ക് ആക്കിയിട്ടുണ്ട്. നേരെ ഒരുപാട് വൈകി, അതുകൊണ്ടാണ് അവരെ നേരെ പന്തലിക്കാക്കിയത്. അതിൻ്റെ ശേഷമാണ് അവർ വീട് കാണാനും വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടികൾ ഏകദേശമൊക്കെ ഇതാ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിലും ഉഷാറായിരുന്നു. കുറച്ച് നേരം വൈകി, അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉഷാറായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റിക്ക് ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാ പെണ്ണിനകത്ത് കയറ്റിയതിൻ്റെ ശേഷം പിന്നെ സ്റ്റേജിലേക്ക് ഇറക്കിയിട്ട് ഇതാ ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ആയിഷാൻ്റെ സാന്നിധ്യം. അത് കണ്ടില്ലേ, ആയിഷക്ക് ആ കേക്ക് എല്ലാം കൂടി വാരം തോന്നുന്നുണ്ട്. ആയിഷ, സിംറ, ബാപ്പു ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. ചുറ്റോടി ചുറ്റും പാച്ചും ഉണ്ട്. തിരിച്ചു കൊടുത്ത തിരിച്ചെടുക്ക ഓക്കെ കഴിഞ്ഞ എല്ലാവരും കുറച്ച് ഞാനെടുത്തു. അപ്പം നമ്മളെ അമ്മമാനെ കണ്ടെങ്കിൽ ഇതാണ് നമ്മളെ അമ്മമ്മ കേട്ടോ. അമ്മമ്മ പേരക്കുട്ടീൻ്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ എത്തിയിട്ട് അമ്മമാനെ ഇതാ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ അമ്മമ്മ. അൽഹംദുലില്ലാ അമ്മമ്മക്ക് സുഖം തന്നെയാണ്. പേരക്കുട്ടീൻ്റെ കല്യാണം കാണാനും കൂടാനും ഒക്കെ അല്ലാഹു തആല ആ ഭാഗ്യം ലഭിച്ച് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ.
അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മളെ പുതിയണ്ണിനെ മണിയറയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.